ആവറേജ് ഒരു 12 ലക്ഷത്തോളം മന്ത്ലി റവന്യൂ ഉണ്ടാക്കിയിരുന്ന ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ഈ ഒരു AI മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ അറൌണ്ട് 21 ലക്ഷത്തോളം മന്ത്ലി റവന്യൂയിലേക്ക് എത്തി. ദ ഫസ്റ്റ് തിങ് വി ഡിഡ് വാസ് ഇൻഫ്ലുവൻസേഴ്സിന് പേ ചെയ്യുന്നതിന് പകരം AI യൂസ് ചെയ്ത് കംപ്ലീറ്റ്ലി റിയൽ ആണെന്ന് തോന്നിക്കുന്ന ഹ്യൂമൻ UGC വീഡിയോസ് യൂസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്തു. I was brushing my teeth a few months ago, looked up at the mirror and സെക്കൻഡ് തിങ് ഈസ് സ്റ്റോറിന്റെ കൺവേർഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇമേജസ് യൂസ് ചെയ്യാതെ ആ സെയിം ഇമേജ് AI യൂസ് ചെയ്ത് ഒരു 10-15 ലക്ഷം രൂപ പ്രൊഡക്ഷൻ ക്വാളിറ്റി വരുന്ന രീതിയിൽ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി ഇമേജ് ആക്കി മാറ്റിയെടുത്തു ഫോർ ആബ്സല്യൂട്ട്ലി ഫ്രീ. അപ്പോൾ ഒരു കസ്റ്റമർ സ്റ്റോറിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ആണ് എന്ന് ഇത്തിരി പോലും സംശയം വരില്ല. സോ ഈ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ഏതൊക്കെ AI ടൂൾസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രോംപ്റ്റ്സ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഇത് ആക്ച്വലി നമ്മുടെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയ ഇകോംബോളിനകത്ത് AI ബേസിക്സ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളാണ്. നൗ യു ഗെറ്റിംഗ് ഇറ്റ് ഫോർ ആബ്സല്യൂട്ട്ലി ഫ്രീ. ഇതുപോലെ കസ്റ്റമർ സപ്പോർട്ടും ഇമെയിൽ മാർക്കറ്റിംഗും ഫുൾഫിൽമെന്റും അങ്ങനെ എന്തൊക്കെ നിങ്ങളുടെ ഇൻപുട്ട് ഇല്ലാതെ AI വെച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും AI അഡ്വാൻസ് എന്ന് പറയുന്നൊരു മൊഡ്യൂളിൽ ഇകോംബോളിനകത്തുണ്ട്. ആ ടൂൾസ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10-30 സ്റ്റോഴ്സ് വരെ ഒരേ സമയം ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ബിഗിനറിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തുന്ന രീതിയിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു ഇകോമേഴ്സിന്റെ A to Z കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിലോ യു ക്യാൻ ചെക്ക് ഔട്ട് അവർ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഇകോംബോൾ ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. സോ നമുക്ക് AI ബേസിക്സ് മൊഡ്യൂളിലേക്ക് പോവാം. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിന്റെ വൺ ഓഫ് ദി മേജർ അഡ്വാൻറ്റേജസ് ആണ് ദ റൈസ് ഓഫ് AI. നമ്മുടെ ഈ ഒരു ലോങ് ടേം ബ്രാൻഡ് ഒരു 5-10 ഇയേഴ്സിന് മുന്നേ ആയിരുന്നു നമ്മൾ ബിൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാപിറ്റൽ ഇറക്കി ഒരുപാട് പേരെ ഹയർ ചെയ്ത് വളരെ കുറച്ച് പേർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആയിരുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI ടൂൾസ് ദാറ്റ് വി ഹാവ് ടുഡേ ഒരു 10 പേരൊക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു ജോലി ഒരു AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. അതായത് ഒരു 19 വർഷം മുന്നേ ഇന്റർനെറ്റ് വന്നിട്ട് ലോകം മൊത്തം മാറ്റിമറിച്ച പോലെ, അതായത് ഇന്റർനെറ്റിന്റെ ഒരു രണ്ടാം അവതാരം പോലെയാണ് ഇന്ന് AI. ആ രണ്ടാമത്തെ റെവല്യൂഷന്റെ ഏറ്റവും തുടക്കത്തിൽ മാത്രമാണ് ഇപ്പോൾ നമ്മളുള്ളത്. സോ വെൽക്കം ടു ദ AI മൊഡ്യൂൾ. ഈ മൊഡ്യൂളിൽ നമ്മുടെ ബ്രാൻഡിന്റെ മാർക്കറ്റിംഗിൽ AI ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വർക്ക് ഫ്ലോ എത്രത്തോളം ബെറ്റർ ആൻഡ് ഫാസ്റ്റർ ആക്കാൻ പറ്റുമോ നോക്കാം. സോ ഡിസ്ക്രിപ്ഷനിൽ ഒരു മിറർ ബോർഡിന്റെ ലിങ്ക് ഉണ്ടാവും. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന AI ടൂൾസും അതിനകത്ത് കൊടുക്കേണ്ട പ്രോംപ്റ്റ്സും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ആ മിറർ ബോർഡ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹൈ എൻഡ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ എടുത്തു തരുന്ന പോലെയുള്ള നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഒരു ഇമേജ് ജെമിനായി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. സോ അതിനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു ക്ലീൻ ഷോട്ട് നമുക്ക് ആവശ്യമുണ്ട്. സോ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാനായിട്ട് സെഫറിൻ ഷോപ്പിഫൈയുടെ സെഷനിൽ യൂസ് ചെയ്ത സെയിം പ്രൊഡക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ റെഡ് ലൈറ്റ് തെറാപ്പി വേണ്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ ഇമേജ് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് എടുത്തതിന് ശേഷം ഈ കാണുന്ന ഈ ഒരു പ്രോംപ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ജെമിനയിൽ കൊണ്ടുപോയിട്ട് ഇമേജ് അപ്ലോഡ് ആക്കി അതിന്റെ അടിയിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഷോട്ട് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ജനറേറ്റ് ചെയ്ത ഒരു ക്ലീൻ ആയ പ്രൊഡക്റ്റ് ഷോട്ടിന്റെ മേലെ നിങ്ങളുടെ ബ്രാൻഡിന്റെ ലോഗോ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ജനറേറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഷോട്ടും പ്ലസ് നിങ്ങളുടെ ലോഗോ കൂടി ജെമിനയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നികേഷ പേര് നേരത്തെ ജനറേറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഷോട്ടും പ്ലസ് നിങ്ങളുടെ ലോഗോ കൂടി ജെമിനയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ പ്രോംപ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക, നേരെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഇതുപോലെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലോഗോ പ്രൊഡക്റ്റിന്റെ മേലെ ആഡ് ചെയ്തിട്ടും ജെമിനായി തരും. ആസ് യു ക്യാൻ സീ ഇത് എല്ലാ പ്രൊഡക്ട്സിലും വർക്കൗട്ട് ആവണമെന്നില്ല. ഒരു പ്ലെയിൻ സർഫേസിൽ ഒരു അത്യാവശ്യം സർഫേസ് ഏരിയയിൽ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലോഗോ ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടിയും നല്ല വൃത്തിക്ക് വരും. സോ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ക്ലീൻ ഷോട്ട് ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റുഡിയോ ക്വാളിറ്റി ഇമേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിലുള്ള ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി ഇമേജിന്റെ റെഫറൻസ് എടുത്തിട്ട് ആ റെഫറൻസ് ജെമിനായിക്ക് കൊടുത്ത് അത് പ്രോംപ്റ്റ് ആക്കി ക്രിയേറ്റ് ആക്കിയതിന് ശേഷം ആ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ക്ലീൻ ഷോട്ട് ഇമേജ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്ലീൻ ഷോട്ട് ഇമേജ് കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയായിരിക്കും നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കാണിച്ചു തരാം. സോ ആദ്യം പിൻട്രസ്റ്റിൽ പോയിട്ട് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിന്നോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇമേജിന്നോ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റിന്റെ ഇമേജസ് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു 4 റെഫറൻസ് ഇമേജ് എടുത്തതിന് ശേഷം ഇതുപോലെ ക്യാൻവ ഓപ്പൺ ആക്കി ഒരു മൂഡ് ബോർഡ് പോലെ നമ്പേഴ്സ് ഇട്ടിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു ഇമേജ് മാത്രമാണ് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് ഈ പിൻട്രസ്റ്റിന് റെഫറൻസ് ആക്കി എടുത്തിട്ട് നേരെ ജെമിനായി കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. സോ നമ്മളിപ്പോൾ 4 ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1, 2, 3, 4 നമ്പർ കൊടുത്തിട്ട് 4 ഇമേജസ് ഇതുപോലെ ക്യാൻവയിൽ ഒരു മൂഡ് ബോർഡ് പോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതെടുത്തിട്ട് നേരെ ജെമിനായി കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ഒരു പ്രോംപ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ കൂടെ പേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ കൊടുത്ത 4 റെഫറൻസ് ഇമേജിനും 4 പ്രോംപ്റ്റുകളായിട്ട് ജെമിനായി തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിൽ ഓരോ പ്രോംപ്റ്റുകളും നമ്മൾ ഇതുപോലെ
കോപ്പി ചെയ്തിട്ട് ഒരു പുതിയ ത്രെഡ് ഉണ്ടാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്ലീൻ ഷോട്ട് ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ പ്രോംപ്റ്റ് ആയിട്ട് ജെമിനയിൽ പുതിയ ത്രെഡിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഓരോ പ്രോംപ്റ്റും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്ലീൻ ഷോട്ടും കൂടി അപ്ലോഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ തന്നെ നേരത്തെ റെഫറൻസ് ഇമേജ് പോലെ തന്നെ ഒരു ഹൈ ആൻഡ് പ്രൊഫഷണൽ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ എടുത്ത പോലത്തെ ഇമേജസ് നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടും. ഒരു 5-10 ഇയേഴ്സിന് മുന്നേ ഇത്രയും ക്വാളിറ്റിയിൽ ഒരു ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ക്രൂവും ലൈറ്റിംഗ് സെറ്റപ്പും വലിയ സെറ്റും കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടായേനെ. ആ ഒരു സെയിം ക്വാളിറ്റിയിലുള്ള ഇമേജ് ആണ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ണുകൊണ്ട് കാണുക പോലും ചെയ്യാണ്ട് വിത്തിൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ ഈ റൂമിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത്. ദാറ്റ്സ് ദി പവർ ഓഫ് AI. വെൽക്കം ടു ചാപ്റ്റർ 2. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ പോസ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആഡ്സ് ആയിട്ട് റൺ ചെയ്യാനായിട്ടോ ഉള്ള സ്റ്റാറ്റിക് ആഡ്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഈ സ്റ്റാറ്റിക് ആഡിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കോപ്പി, അതായത് അതിൽ വരുന്ന ടെക്സ്റ്റും നമ്മൾ AI ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും കണ്ടുപിടിക്കുക. സോ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള സ്റ്റാറ്റിക് ആഡ്സ് എല്ലാം പക്കാ റീസെർച്ച് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവുന്ന കോപ്പി ഏതാണോ അത് കണ്ടുപിടിച്ച് തരാനായിട്ടുള്ള പ്രോംപ്റ്റ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ഏറ്റവും ആദ്യം ഇവിടെ ഒരു നോഷൻ്റെ ലിങ്ക് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. സോ ഇതിൽ നിങ്ങൾ ChatGPT യൂസ് ചെയ്തിട്ട് കൊടുക്കേണ്ട 3 പ്രോംപ്റ്റ്സ് ആദ്യം കാണാനായിട്ട് പറ്റും. ഈ ഫസ്റ്റ് പ്രോംപ്റ്റിൽ ഇൻസേർട്ട് പ്രൊഡക്റ്റ് നെയിം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിന്റെ നെയിം ജസ്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിളിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ നെയിം റെഡ് ലൈറ്റ് തെറാപ്പി വേണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പേഴ്സണലൈസ് മെസ്സേജ് ഉണ്ട്, സ്കിൻ ഫേമിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അഡ്വാൻറ്റേജസ് കസ്റ്റമേഴ്സിനുള്ള ഓരോ അഡ്വാൻറ്റേജസ് നമ്മൾ കൊടുത്തിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സിമ്പിൾ ടു യൂസ് ആണ്, കൺവീനിയന്റ് ആണ്, എല്ലാ സ്കിൻ ടൈപ്സിന് പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൊടുത്തതിന് ശേഷം ChatGPTയിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. സോ ആ ഡാറ്റ എല്ലാം ChatGPTക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം ത്രെഡിൽ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ സെക്കൻഡ് പ്രോംപ്റ്റ് കൂടി നമ്മൾ കോപ്പി ചെയ്തിട്ട് കൊടുക്കണം. ഈ സെയിം പ്രോംപ്റ്റ് തന്നെ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. അത് പേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ChatGPTയിൽ ഇവിടെ കാണുന്ന ഈ ഒരു PDF കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സോ ഈ ഒരു PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് റീസേർച്ച് എങ്ങനെ പ്രോപ്പറായിട്ട് എങ്ങനെ ഏറ്റവും പക്കായിട്ട് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഗൈഡ് നമ്മൾ ChatGPTക്ക് കൊടുക്കാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇത് വായിച്ചു നോക്കാം. ഇതെല്ലാം ChatGPTക്ക് കറക്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ഇതുപോലെ ഓരോന്ന് പറയും. സോ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെയിം ചാറ്റിൽ തന്നെ ഈ അവസാനത്തെ ഒരു തേർഡ് പ്രോംപ്റ്റ് കൂടി നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യത്തെ പ്രോംപ്റ്റിൽ കൊടുത്ത പോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റിന്റെ നെയിം ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ ഇത് കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ട് ChatGPTയിൽ ആ ഒരു സെയിം ത്രെഡിൽ തന്നെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. സോ നമ്മൾ ChatGPTയിലേക്ക് കൊടുക്കേണ്ട തേർഡ് ആൻഡ് ഫൈനൽ പ്രോംപ്റ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. സോ ഇവിടുന്ന് തൊട്ട് നേരെ ഫുള്ള് കോപ്പി ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ജെമിനയിൽ പോയിട്ട് ഈ ടൂൾസ് അമർത്തിയതിന് ശേഷം ഡീപ്പ് റീസെർച്ച് എന്ന് പറഞ്ഞ ഒരു മോഡ് ഉണ്ട്. ആ മോഡ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അത് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ പക്കാ ഒരു റീസെർച്ച് പേപ്പർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഇപ്പം നിങ്ങളുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു പക്കാ റീസെർച്ച് പേപ്പർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാർ ഏതൊക്കെയാണോ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ടോയ്സ് ആണെന്നുണ്ടെങ്കിൽ ടോയ്സ് വെച്ച് കളിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് ആയിരിക്കും നിങ്ങളുടെ പരസ്യങ്ങൾ കാണുക. സോ ആ ഒരു പാരന്റിനെ അവതാറാക്കിയതിന് ശേഷം എന്ത് ടൈപ്പ് ഓഫ് മെസ്സേജ് ആയിരിക്കും ആ ഒരു പാരന്റിനെ കൊണ്ട് ആ ഒരു ടോയ് വാങ്ങിപ്പിക്കുക എന്നുള്ളതിന്റെ ഒരു സൈക്കോളജി ഫുള്ള് കംപ്ലീറ്റ് ആനലൈസ് ചെയ്തിട്ടുള്ള ഒരു റീസെർച്ച് പേപ്പറാണ് ഇതിൽ കാണുന്നത്. സോ നിങ്ങളുടെ ഈ റീസെർച്ച് പേപ്പർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമുക്കത് യൂസ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തുക. എന്നിട്ട് എക്സ്പോർട്ട് ടു ഡോക്സ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തുക. അപ്പം നേരെ ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ആവും. ഇവിടെ ഫയലിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കമ്പ്യൂട്ടറിലേക്ക്. അടുത്ത സ്റ്റെപ്പായിട്ട് കുറെ സ്റ്റാറ്റിക് ആഡ്സിന്റെ റെഫറൻസ് ഇമേജസ് നമുക്ക് വേണം. അതിനായിട്ട് നമ്മളിവിടെ ഓൾറെഡി ഒരു ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഡ്രൈവിൽ കയറി കഴിഞ്ഞാൽ ഓൾറെഡി നല്ല വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ആഡ്സിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലുള്ള സ്റ്റാറ്റിക് ആഡ്സ് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിന് മാച്ച് ആവുന്ന ഏതെങ്കിലും ആഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ പിൻട്രസ്റ്റിൽ പോയതിന് ശേഷം സ്റ്റാറ്റിക് ആഡ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല അടിപൊളി സ്റ്റാറ്റിക് ആഡ്സ് വരും. അതിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്റ്റാറ്റിക് ആഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. സോ നമ്മുടെ എക്സാമ്പിളുള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാറ്റിക് ആഡിന്റെ റെഫറൻസ് ഇതാണ്. സോ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത PDFന്റെ കൂടെ തന്നെ ഒരു ഫോൾഡർ ആക്കിയിട്ട് ഈ ഒരു സ്റ്റാറ്റിക് ആഡിന്റെ റെഫറൻസും കൂടി മാറ്റി വെക്കാം. ഇനി ഈ PDFന്റെയും ഈ സ്റ്റാറ്റിക് ആഡിന്റെയും കൂടെ മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ ബ്രാൻഡിന്റെ DNA കൂടി വേണം. ബ്രാൻഡ് DNA എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിന് എല്ലായിടത്തും കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ടൈപ്പോഗ്രഫിയും കളർ പാലറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ
അവരുടെ എല്ലാ വെബ്സൈറ്റ്സിലും സോഫ്റ്റ്വെയർസിലും ഒക്കെ ഒരേ ഒരു തീമിലുള്ള ഒരേ ഒരു കൺസിസ്റ്റൻസിയുള്ള കളർ പാലൻസും ടൈപ്പോഗ്രഫിയും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിനും നിങ്ങളുടെ വെബ്സൈറ്റിലും നിങ്ങളുടെ പ്രൊഡക്റ്റിലും അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പോഗ്രഫിയും അല്ലെങ്കിൽ ഒരു കളർ പാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ആ ഒരു DNA ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ജെമിനൈയിൽ പോയിട്ട് നിങ്ങൾ ആദ്യം നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്ലീൻ ഷോട്ട്, നമ്മൾ പ്രൊഡക്റ്റിന്റെ ക്ലീൻ ഷോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്ലീൻ ഷോട്ടും അതുപോലെ തന്നെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബെർലിയുടെ വെബ്സൈറ്റിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം ഈ അടിയിൽ കാണുന്ന ഈ ഒരു പ്രോംപ്റ്റ് കൂടി കോപ്പി ചെയ്തിട്ട് ജെമിനൈയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങളുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഇമേജും പക്ക അനലൈസ് ചെയ്ത് പ്രൈമറി കളേഴ്സ്, ടൈപ്പോഗ്രഫി, സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ ഒരു പക്ക ബ്രാൻഡ് DNA സെറ്റ് ചെയ്ത് തരും. സോ അതും ഇവിടെ കോപ്പി ചെയ്ത് വെക്കുക. സോ ക്ലോഡ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു PDF-ഉം റീസെർച്ചിന്റെ ഒരു PDF-ഉം പ്ലസ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു ക്ലീൻ ഷോട്ടും പിന്നെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച സ്റ്റാറ്റിക് ആഡിന്റെ റെഫറൻസും കൂടി ക്ലോഡിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പ്രോംപ്റ്റിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത് വെച്ച ആ ഒരു DNA, നമ്മുടെ ബ്രാൻഡിന്റെ ആ ഒരു DNA ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പം നമ്മുടെ സ്റ്റോറിൽ ഒരു 50% സെയിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിലോ അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ സെയിലോ ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുക. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങളത് ഓൾറെഡി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പ്രോംപ്റ്റ് കംപ്ലീറ്റ് കോപ്പി ചെയ്തതിന് ശേഷം നേരെ ക്ലോഡിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലോഡ് എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ അവതാരണമനുസരിച്ചിട്ട് അവരുടെ ആ ഒരു ആംഗിളിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള മെസ്സേജ് ഉള്ള രീതിയിലുള്ള 3 കോപ്പീസ് 3 പ്രോംപ്റ്റ്സ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിൽ പ്രോംപ്റ്റ് 1, പ്രോംപ്റ്റ് 2, പ്രോംപ്റ്റ് 3 എന്നായിട്ട് ഓരോ പ്രോംപ്റ്റ് ക്ലോഡ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ഒരു പ്രോംപ്റ്റ് നേരെ കോപ്പി ചെയ്യുക. എന്നിട്ട് ജെമിനൈയിൽ പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ആ ഒരു ക്ലീൻ ഷോട്ടും പിന്നെ നേരത്തെ ക്ലോഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം റെഫറൻസ് ഇമേജ്, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ആ ഒരു സെയിം റെഫറൻസ് ഇമേജും കൂടി അപ്ലോഡ് ആക്കി ഓരോ പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ആദ്യത്തെ പ്രോംപ്റ്റ് അനുസരിച്ചിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പ്രോംപ്റ്റ് നേരെ കോപ്പി ചെയ്യുക. എന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്ലീൻ ഷോട്ടും അതുപോലെ തന്നെ റെഫറൻസ് ഇമേജും കൂടി ആഡ് ആക്കിയിട്ട് ആ പ്രോംപ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പൊ സെക്കൻഡ് സ്റ്റാറ്റിക് ആഡും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെയും കോപ്പി ചെയ്തിട്ട് ഇമേജസ് അപ്ലോഡ് ആക്കിയിട്ട് പേസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെയും സ്റ്റാറ്റിക് ആഡ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഓരോ സ്റ്റാറ്റിക് ആഡും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ടൈപ്പ് ഓഫ് ടാർഗറ്റ് കസ്റ്റമറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആഡ്സ് ആണ്. ഇപ്പൊ ഈ ഇമേജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കോർണറിലായിട്ട് ജെമിനൈയുടെ വാട്ടർമാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാട്ടർമാർക്ക് നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നേരെ വാട്ടർമാർക്ക് remover.io എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് നേരെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ ജെമിനൈയുടെ വാട്ടർമാർക്ക് കറക്റ്റായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. വെൽക്കം ടു ചാപ്റ്റർ 3. സോ ഈ ഒരു ചാപ്റ്റർ തൊട്ട് ഇനി മൊഡ്യൂളിന്റെ അവസാനം വരെ AI യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ UGC കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. UGC കോണ്ടന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ അതിന്റെ റിവ്യൂ പറയുന്നതിനെ പോലെയാണ് UGC കോണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ UGC ആഡിനുള്ള കോപ്പി, അതായത് നമ്മൾ നേരത്തെ സ്റ്റാറ്റിക് ആഡിന് കോപ്പി ക്രിയേറ്റ് ചെയ്ത പോലെ പക്ക ഫുള്ള് റീസേർച്ച് ചെയ്തിട്ട് നമ്മുടെ മാർക്കറ്റ് ഫുള്ള് റീസേർച്ച് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവുന്ന കോപ്പി ഏതാണോ അത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഏറ്റവും ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവിടെ നോഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് ChatGPTയിലേക്ക് കൊടുക്കാനുള്ള 4 പ്രോംപ്റ്റുകൾ കാണാൻ പറ്റും. സോ അതിൽ ഫസ്റ്റ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പേരും നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ പക്കായിട്ട് ChatGPTക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിവ്യൂസ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ സ്റ്റോറിൽ തന്നെ ഓൾറെഡി 100-ലധികം റിവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ, അതായത് സെയിം പ്രൊഡക്റ്റ് വിൽക്കുന്ന കോമ്പറ്റീറ്ററിന്റെ ബ്രാൻഡിൽ പോയിട്ട് അവരുടെ റിവ്യൂസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടും അയച്ചു കൊടുക്കുക. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റിന് സിമിലർ ആയിട്ട് വരുന്ന ഏത് പ്രൊഡക്റ്റ് ആണോ ആ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് അയച്ചു കൊടുത്താലും മതി. ഇനി സ്ക്രീൻഷോട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടെക്സ്റ്റ് ആയിട്ട് തന്നെ എല്ലാ റിവ്യൂസും നേരെ വലിച്ചെടുത്ത് കോപ്പി ചെയ്ത് അയച്ചു കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോംപ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ റിവ്യൂസും നമ്മൾ കോപ്പി ചെയ്തിട്ട് ഡാറ്റ ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം കൂടുതൽ റിവ്യൂസ് കൊടുക്കുന്നു, എത്രത്തോളം കൂടുതൽ ഡാറ്റ കൊടുക്കുന്നോ അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള, അത്രത്തോളം പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടും. ആ റിവ്യൂസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇനി നെക്സ്റ്റ് പ്രോംപ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോംപ്റ്റ്. നേരെ ഇത് കോപ്പി ചെയ്തിട്ട് അതേപോലെ തന്നെ ChatGPT കൊണ്ടുപോയി പേസ്റ്റ് കൊടുത്താൽ മതി. സോ അതുപോലെ തന്നെ ChatGPT അതിനനുസരിച്ച് ആൻസർ തരും. അതിനുശേഷം മൂന്നാമത്തെ സബ് പ്രോംപ്റ്റുകളുണ്ട്, അതുകൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓരോ സബ് പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കിലേക്കും ഒന്നുകൂടി ഡീപ്പായി ഡൈവ് ചെയ്ത് റീസെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൽ ഓരോ പ്രോംപ്റ്റുകൾ കോപ്പി ചെയ്ത് ഓരോന്നായി പേസ്റ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ആദ്യത്തെ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ സെക്കൻഡ് പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു, അതിൻ്റെ ആൻസർ വന്നതിന് ശേഷം തേർഡ് പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള 7 സബ് പ്രോംപ്റ്റുകളും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സബ് പ്രോംപ്റ്റുകളൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ അവസാനത്തെ പ്രോംപ്റ്റായ ഈ റീസെർച്ച് കമ്പൈലർ പ്രോംപ്റ്റ് കൂടി നേരെ കോപ്പി ചെയ്തിട്ട്
ChatGPT പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് റീസെർച്ചിൻ്റെ റിപ്പോർട്ട് ഒരു PDF ഫോമാറ്റ് ആക്കിയിട്ട് ChatGPT നമുക്ക് തരും. അതിവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊരു ഫോൾഡറിലാക്കി എടുത്തു വയ്ക്കുക. ഇനി ക്ലോഡ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ജെമിനായി യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു 10 പേജ് റീസെർച്ച് പേപ്പർ ഇല്ലേ, ആ ഒരു റീസെർച്ച് പേപ്പറും പ്ലസ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആമസോൺ റിവ്യൂവിൻ്റെ ആ ഒരു റീസെർച്ച് പേപ്പറും കൂടി അപ്ലോഡ് ചെയ്യുക, ക്ലോഡിലേക്ക് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കിക്ക് ഓഫ് പ്രോംപ്റ്റ് നേരെ ഈ ഒരു കിക്ക് ഓഫ് പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ട് ഇത് പക്ക കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ അപ്ലോഡ് ചെയ്തതിൻ്റെ കൂടെ ക്ലോഡിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ സബ് പ്രോംപ്റ്റുകളുണ്ട്. സോ ഇത് ഓരോന്ന് തുറന്നു കഴിഞ്ഞാൽ ഓരോ പ്രോംപ്റ്റുകൾ കാണാൻ പറ്റും. ഇത് നേരെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഓരോന്നായി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ആൻസർ വരും. അപ്പോൾ നെക്സ്റ്റ് പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ആൻസർ വരും. വീണ്ടും നെക്സ്റ്റ് പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിലത്തെ ഓരോ സബ് പ്രോംപ്റ്റുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയിന്റിലേക്കും ഒന്നുകൂടിയും ഡീപ്പായിട്ട് ഡൈവ് ചെയ്ത് ഒന്നുകൂടി റീസെർച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ പറയണേ. സോ നമ്മൾ ആ 4 പോയിന്റിലേക്കും ഡീപ്പായിട്ട് ഡൈവ് ചെയ്യാനായിട്ട് ക്ലോഡിനോട് പറഞ്ഞ ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യുണീക്ക് മെക്കാനിസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രം മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ രീതി ഉണ്ടായിരിക്കും. ആ ഒരു രീതികൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പ്രോംപ്റ്റ് കൂടി നമ്മൾ കോപ്പി ചെയ്തിട്ട് അതിനുശേഷം അയച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഓരോ ടാർഗറ്റ് കസ്റ്റമറിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ആംഗിളിൽ പറയാനായിട്ട് ആംഗിൾ ഡെവലപ്മെന്റിന്റെ അടിയിൽ വരുന്ന 3 പ്രോംപ്റ്റുകൾ ഓരോന്നായി കോപ്പി ചെയ്ത് അടിച്ചു കൊടുക്കുക. സോ ഇപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടുള്ള UGC കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള റീസെർച്ചിന്റെ ഭാഗം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിലിപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ്, പല രീതിയിലുള്ള ടാർഗറ്റ് കസ്റ്റമേഴ്സിന്റെ ആംഗിൾസിലുള്ള ഒരുപാട് ഹുക്സും അതുപോലെ തന്നെ 47 ആംഗിൾസും കാര്യങ്ങളെല്ലാം ഈ റീസെർച്ച് പ്രിവ്യൂവിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ക്ലോഡിൻ്റെ ത്രെഡ് ഇവിടെ തന്നെ ഓപ്പൺ ആക്കി വെക്കുക. ഈ ത്രെഡിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇനി സ്ക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് ചാപ്റ്റർ. വെൽക്കം ടു ചാപ്റ്റർ 4. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീപ്പായിട്ട് റീസെർച്ച് ചെയ്ത് വെച്ച ഒരു ഡാറ്റ വെച്ച് നമ്മുടെ UGC കോണ്ടന്റിന് യൂസ് ചെയ്യാൻ പോകുന്ന സ്ക്രിപ്റ്റുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സോ അതിനായിട്ട് മുന്നത്തെ പോലെ തന്നെ പ്രോംപ്റ്റുകളുള്ള ഒരു നോഷൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യാം. സോ ആ നോഷൻ പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ പ്രോംപ്റ്റ്സ് അതിൽ കാണാൻ പറ്റും. ഇതിലത്തെ ഫസ്റ്റ് പ്രോംപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഗൈഡ് ലൈൻസ് പോലെ ക്ലോഡിന് കൊടുക്കുന്നതാണ്. സോ തുറന്നു നോക്കി കഴിഞ്ഞാൽ പ്രോംപ്റ്റ് കാണാൻ പറ്റും. ഇത് നേരെ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്ലോഡിൻ്റെ ഉള്ളിൽ റീസെർച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ സെയിം ത്രെഡ് തന്നെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. സോ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോഡ് ഇതുപോലെ ആൻസർ തരും. സോ ഇതിൽ നമുക്ക് 4 സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോംപ്റ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് രീതിയിലുള്ള ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ആംഗിൾസിലുള്ള 4 പ്രോംപ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ സെക്കൻഡ് പ്രോംപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റിമോണിയൽ പോലെ, അതായത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു കസ്റ്റമർ അതിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറയുന്ന പോലെയുള്ള ഒരു ആംഗിളിലുള്ള പ്രോംപ്റ്റ് ആണ് ഈ കാണുന്നത്. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ നെയിം കൊടുക്കുക. പിന്നെ സെക്കൻഡ് സെക്ഷനിൽ കൊടുക്കേണ്ടത് ഐഡിയൽ അവതാറാണ്. അതായത് ക്ലോഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റീസെർച്ച് ചെയ്ത സമയത്ത് ഇതുപോലെ പല ഇമോഷനിലുള്ള ടൈപ്പ് ഓഫ് ആംഗിൾസ് ക്ലോഡ് തന്നെ തന്നിട്ടുണ്ടായിരിക്കും ആ റീസെർച്ച് പ്രിവ്യൂവിൽ. സോ അതിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ആംഗിളിലാണോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഫിയർ ആൻഷൈറ്റി ആണെങ്കിൽ ഫിയർ ആൻഷൈറ്റി, ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു രീതിക്കാണ് ആംഗിളിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. സോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഫിയർ ആൻഡ് ആൻഷൈറ്റി എന്ന് പറയുന്ന ഒരു ആംഗിളിൽ മാർക്കറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ക്ലോഡ് എന്ത് ചെയ്യും, ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ റീസെർച്ച് പ്രിവ്യൂന്നും ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഒരു പക്ക സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. സോ ഇപ്പോൾ ഒരു ഫിയർ ആൻഡ് ആൻഷൈറ്റി ആംഗിളിൽ ഒരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റ് നേരെ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നോട്ട്സിലോ അല്ലെങ്കിൽ നോഷനിലോ എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി വീഡിയോ ജനറേറ്റ് ചെയ്യുക. സോ ഇനി നമുക്ക് തേർഡ് പ്രോംപ്റ്റിലേക്ക് പോകാം. ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വിന്നിംഗ് ആയിട്ടുള്ള ഒരു UGC കോണ്ടന്റ് എടുത്തിട്ട്, അതായത് ഓൾറെഡി മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്തെടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോംപ്റ്റ് ആണ്. സോ വിന്നിംഗ് ആയിട്ടുള്ള ഒരു UGC വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ കാലോഡാറ്റയിൽ പോകാം. ഞാൻ അടിയിൽ ലിങ്ക് കൊടുത്തേക്കാം. calodata.com പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് എന്താണോ അത് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളത്തെ പ്രൊഡക്റ്റായ റെഡ് ലൈറ്റ് മാജിക് ബാൻഡ് നമുക്ക് സെർച്ച് ചെയ്യാം. സോ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം റവന്യൂ ഇവർ ക്രിയേറ്റ് ചെയ്തു, എത്രത്തോളം വ്യൂസ് ഈ വീഡിയോസിനൊക്കെ കിട്ടി എന്നുള്ളത് പക്ക ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വിന്നിംഗ് ആയിട്ടുള്ള ആ വീഡിയോസൊക്കെ ഏതാണെന്നുള്ളതും സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ടും പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എക്സാക്ട് പ്രൊഡക്റ്റിന് ആവണമെന്നില്ല, അതിന് സിമിലർ ആയിട്ടുള്ള നല്ല രീതിക്ക് വിന്നിംഗ് ആവുന്ന ഏത് വീഡിയോ ആയാലും മതി. സോ നല്ല സെയിൽസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക, എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടും പറ്റും. ഇനി നേരെ ആ വീഡിയോ എടുത്തിട്ട് ജെമിനായിൽ പോയിട്ട് ഒരു പുതിയ ത്രെഡിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ആ വീഡിയോയുടെ കൂടെ ഈ ഡ്രോപ്പ് ഡൗണിൽ പോയി കഴിഞ്ഞാൽ VSL ട്രാൻസ്ക്രിപ്ഷൻ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ ഡ്രോപ്പ് ഡൗണിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രോംപ്റ്റ് കാണാൻ പറ്റും. ആ പ്രോംപ്റ്റ് നേരെ കോപ്പി ചെയ്യുക, എന്നിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ജെമിനായിൽ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായ രീതിയിൽ ആ വീഡിയോനെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ജെമിനായി നമുക്ക് ഇതുപോലെ ഒരു ടേബിൾ ആക്കി തരും. സോ ഈ ടേബിളിൻ്റെ അടിയിൽ ഈ ട്രാൻസ്ക്രിപ്റ്റ് ഫുള്ള് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ അത് കോപ്പി ചെയ്യുക. സോ അത് കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു പ്രോംപ്റ്റിൽ അവസാനം ട്രാൻസ്ക്രിപ്റ്റ് ഇൻസേർട്ട് VSL ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും.
അവിടെ നമ്മുടെ ഈ ഒരു ട്രാൻസ്ക്രിപ്റ്റ്, അതായത് നിങ്ങളുടെ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്ലോഡിനകത്ത് നിന്ന് ഒരു ഐഡിയൽ അവതാറിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ക്ലോഡിനകത്ത് തന്നെയുള്ള നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള റീസെർച്ച് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുത്തിട്ട് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ നെയിമും ഇവിടെ കൊടുക്കുക. ആ ഡാറ്റ ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അത് ടോട്ടലി കോപ്പി ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ക്ലോഡിൽ പോയിട്ട് ആ ഒരു സെയിം ത്രെഡിൽ തന്നെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. സോ നമുക്കിവിടെ രണ്ടാമത്തെ UGC വീഡിയോക്കുള്ള സ്ക്രിപ്റ്റും റെഡി ആയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഫുള്ള് കോപ്പി ചെയ്തിട്ട് നോഷനിലോ അല്ലെങ്കിൽ നോട്ട്സിലോ കോപ്പി ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ നാലാമത്തെ ഒരു പ്രോംപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റിനെ ഒരു ഡിഫറെന്റ് പെയിൻ പോയിന്റ് ഉള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ സ്ക്രിപ്റ്റിനെ മോഡിഫൈ ചെയ്ത് വേറൊരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആംഗിളിൽ പല ആൾക്കാരിലേക്ക് പല രീതിയിലേക്ക് നമുക്ക് UGC കോണ്ടന്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. മേ ബി നമ്മൾ ആദ്യം ചെയ്ത സ്ക്രിപ്റ്റ് ആയിരിക്കും വർക്കൗട്ട് ആവുക, അല്ലെങ്കിൽ മേ ബി അടുത്ത വേറൊരു ആംഗിളിൽ ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കും വർക്കൗട്ട് ആവുക, അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ് ആംഗിളിൽ ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കും വർക്കൗട്ട് ആവുക. സോ എല്ലാ ടൈപ്പിലുള്ള കോണ്ടന്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ ഇവിടെ ആസ് യൂഷ്വൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ നെയിം കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുള്ള അവതാർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫിയർ ആൻഡ് ആൻസൈറ്റി ഒരു ആംഗിളിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ഹോപ്പ് ആൻഡ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ടൈപ്പ് കോണ്ടന്റ് ആംഗിളിലേക്ക് പിടിക്കാൻ നോക്കുക. സോ ഒരു പുതിയ അവതാറിനെ അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ പുതിയൊരു പ്രോബ്ലം, അതായത് കഴിഞ്ഞ പ്രാവശ്യം വേറെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ പ്രാവശ്യം വേറൊരു പ്രോബ്ലം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ ഇത് കോപ്പി ചെയ്തിട്ട് ക്ലോഡിൽ സെയിം ത്രെഡിൽ തന്നെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. സോ ഈ പ്രോംപ്റ്റ് വെച്ച് നമ്മൾ ഡിഫറെന്റ് പെയിൻ പോയിന്റിലുള്ള ഓഡിയൻസിലേക്കാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇനി നെക്സ്റ്റ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം സ്ക്രിപ്റ്റ് നമ്മൾ വേറെ രീതിയിലേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സോ ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ആൾക്കാരിലേക്ക് അവെയർ ആക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും. അതായത് ഇന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് ആൾക്കാരിലേക്ക് ഒന്നുകൂടിയും അറിയിക്കുന്ന ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ജനറേറ്റ് ആവുക. ഇപ്പൊ നമ്മൾ മാർക്കറ്റിംഗ് ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല ടൈപ്പ് ഓഫ് അവയർനെസ് ആൾക്കാരുണ്ട്. വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിശപ്പ് എന്ന് പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് ഫുഡ്. സോ വിശപ്പ് എന്താണെന്ന് അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും, പക്ഷേ ഈ വിശപ്പ് സോൾവ് ചെയ്യാനായിട്ട് ഫുഡ് എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം അവർക്ക് അറിയണ്ടായിരിക്കില്ല. ബട്ട് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അതാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് അവയർനെസ്. തേർഡ് സ്റ്റേജ് ഓഫ് അവയർനെസ് ആണ് സൊല്യൂഷൻ അവെയർ. പ്രോബ്ലം ഉണ്ടെന്ന് അറിയാം, സൊല്യൂഷൻ ഉണ്ടെന്ന് അറിയാം. അതായത് അവർക്ക് വിശപ്പ് എന്താണെന്ന് അറിയാം, ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് അറിയാം. ബട്ട് നിങ്ങൾ വിൽക്കുന്നത് പീസ ആണെന്നുണ്ടെങ്കിൽ പീസ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അതായത് ഫുഡ് എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷനകത്ത് തന്നെ ബർഗർ ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, അല്ലെങ്കിൽ ചോറുണ്ട്, കറി ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ബട്ട് നിങ്ങളുടെ സ്പെസിഫിക് പ്രൊഡക്റ്റ് ആയിട്ടുള്ള പീസ അവർക്ക് അറിഞ്ഞൂടാ. അതിനെയാണ് സൊല്യൂഷൻ അവെയർ എന്ന് പറയാം. ഇനി അടുത്ത് വരുന്ന സ്റ്റേജ് ആണ് പ്രൊഡക്റ്റ് അവെയർ. അതായത് വിശപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ട്, വിശപ്പടക്കണമെങ്കിൽ ഫുഡ് ഉണ്ട്. ഫുഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് പീസ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റും, അതായത് നിങ്ങളുടേതായിട്ടുള്ള പീസ എന്ന് പറയുന്ന പ്രൊഡക്റ്റും എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതാണ് പ്രൊഡക്റ്റ് അവെയർ. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് മോസ്റ്റ് അവെയർ. അതായത് പീസ എന്ന് പറയുന്ന, നിങ്ങൾ വിൽക്കുന്ന പീസ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അവർ അത്രയും ഇൻട്രസ്റ്റഡ് ആണ്, അവർക്ക് ജസ്റ്റ് ഒരു പുഷ് മാത്രം കിട്ടിയാൽ മതി അത് പർച്ചേസ് ചെയ്യാനായിട്ട്. സോ നമ്മുടെ ഈ ഒരു പ്രോംപ്റ്റിനകത്ത് ഏത് അവയർനെസ് ലെവലിൽ നിൽക്കുന്ന കസ്റ്റമറിനാണ് നമ്മൾ ഈ ഒരു UGC കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ അവയർനെസ് ലെവൽ കൊടുക്കാം. ഇപ്പൊ അൺഅവെയർ ആയിട്ടുള്ള ഒരു ഓഡിയൻസിനാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇത് കോപ്പി ചെയ്യുക, അൺഅവെയർ കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ സൊല്യൂഷൻ അവെയർ ആയിട്ടുള്ള ഓഡിയൻസിനാണ് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ കോപ്പി ചെയ്യുക, അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിന്റെ നെയിം കൊടുക്കുക. എന്നിട്ട് ഇവിടെ അവയർനെസ് ലെവലിന്റെ ഡിസ്ക്രിപ്ഷൻ കൂടി ആഡ് ചെയ്യുക. സോ ഡിസ്ക്രിപ്ഷൻ ഇവിടെ തന്നെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ഏത് അവയർനെസ് ലെവലാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെയിം അവയർനെസ് ലെവലിന്റെ ഡിസ്ക്രിപ്ഷൻ അതിന്റെ സൈഡിൽ നിന്ന് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നേരെ ഇത് കംപ്ലീറ്റ് കോപ്പി ചെയ്തിട്ട് ക്ലോഡിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക, സെയിം ത്രെഡിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് കൂടി കിട്ടും. ആ ഒരു സ്ക്രിപ്റ്റ് കൂടി പേസ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ നോട്ട്സിലോ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. സോ നിങ്ങളുടെ UGC കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റുകളെല്ലാം ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. വെൽക്കം ടു ചാപ്റ്റർ 5. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ റീസേർച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ വെച്ച് ക്രിയേറ്റ് ചെയ്ത സ്ക്രിപ്റ്റുകൾ കൊണ്ട് എങ്ങനെ വീഡിയോസ് ആക്കി ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ആക്ച്വലി നമ്മൾ ആഡ് സൈറ്റ് റൺ ചെയ്യാനായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള റിയൽ ഹ്യൂമൻ ഫേസസ് വെച്ചിട്ടുള്ള UGC കോണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. I need to tell you about the moment that actually scared me. I was brushing my teeth. സോ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ആർകാഡ്സ്. സോ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ആർകാഡ്സിന്റെ ഡാഷ്ബോർഡിലേക്ക് പോകും. ഇതൊരു പെയ്ഡ് ആയിട്ടുള്ള ടൂളാണ്. സോ അത് പർച്ചേസ് ചെയ്ത് വെക്കാം. സോ പർച്ചേസ് ചെയ്തതിന് ശേഷം ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂ പ്രൊജക്ട് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അത് അമർത്തിയിട്ട് നേരെ ഇവിടെ ആഡ് ആക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ അമർത്തുക. സോ ഇവരൊക്കെ ഇതിനകത്തുള്ള AI മോഡൽസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ AI ആക്ടറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് പക്ക വായിച്ച് നോക്കിയിട്ട് സ്ക്രിപ്റ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടറിനെ തന്നെ സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 43 വയസ്സായിട്ടുള്ളൊരു ലേഡിയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ ശേഷം സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറിയിട്ടുള്ള ഒരു ലേഡിയാണ് സംസാരിക്കുന്നത്. സോ ഈ രണ്ട് ഫാക്ടേഴ്സും ഒരുമിച്ച് വരുന്ന ഒരു AI ആക്ടറിനെ നമ്മൾ സെലക്ട് ചെയ്യണം. സോ നമ്മൾ ആർകാഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിൽറ്റേഴ്സിൽ ആദ്യം തന്നെ ഫീമെയിൽ കൊടുക്കാം.
അഡൽട്ടും കൊടുക്കാം. എന്നിട്ട് ഇതിൽ സ്ക്രോൾ ചെയ്തിട്ട് അത്യാവശ്യം സ്കിൻ ക്വാളിറ്റി ഒക്കെ നല്ലതായിട്ടുള്ള ഒരു 43 ആ ഒരു മിഡിൽ ഏജ്ഡ് ലുക്കുള്ള ഒരു സ്ത്രീനെ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓരോ വീഡിയോ ഹവർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആക്ടറും സംസാരിക്കുന്നത് കാണാൻ പറ്റും. സോ ജസ്റ്റ് ഹവർ ചെയ്ത് നോക്കിയിട്ട് അവർ സംസാരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ സംസാരിക്കുന്ന എക്സ്പ്രഷൻസോ എന്തെങ്കിലും AI പോലെ ഫേക്ക് ആയിട്ട് പോലെ എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കുക. അപ്പോൾ മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ സ്ക്രിപ്റ്റിന് മാച്ച് ആവുന്ന ഒരു അവതാരണം സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതൊരാളുടെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരാളെ ആക്ടറായിട്ടും ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഇവിടെ മൈ ആക്ടേഴ്സ് എന്ന് പറയുന്നതിന്റെ സൈഡിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും. ആ പ്ലസ് ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഇമേജ് ഒരു പുതിയ ആളെ ജനറേറ്റ് ചെയ്തെടുക്കാം AI വെച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരാളുടെ ഇമേജ് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടും പറ്റും. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ആക്കിയിട്ട് നിങ്ങൾ തന്നെ വർത്താനം പറയിപ്പിക്കാനായിട്ടും പറ്റും. ഞാനിപ്പോൾ ഈ ഒരു അവതാരണയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ആക്ടേഴ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റ്, നമ്മുടെ ആദ്യത്തെ സ്ക്രിപ്റ്റ് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടറിന്റെ വോയിസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് ഓവർ എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വോയിസ് കാണാനായിട്ടും പറ്റും. സോ ഓരോന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഫേസിന് മാച്ച് ആവുന്ന രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള വോയിസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള വോയിസ് ആണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ ഞാനത് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് വീഡിയോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ആസ് യു ക്യാൻ സീ നമ്മുടെ വീഡിയോ ഇപ്പോൾ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണുന്ന സമയത്ത് AI ആണെന്നൊരു തെരി പോലും ഡൗട്ട് വരാത്ത രീതിയിൽ ഒരു പക്ക ആഡ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ബി റോൾസും ഫോട്ടോസും അതുപോലെ തന്നെ ക്യാപ്ഷൻസും ഒക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് എഡിറ്റിംഗ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞുതരാം. ടേക്ക് കെയർ ഗൈസ്.